ഹായ് ധനേഷാണേ. ഞാൻ ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് തന്നെ ജസ്റ്റ് വയലർ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ നടക്കുന്ന ജസ്റ്റ് സ്റ്റോറീസ് എനിക്കറിയാവുന്നവരും എൻ്റെ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ സ്റ്റോറീസ് മാത്രം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ തുടങ്ങിയത്. ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഞാൻ ഒരിക്കലും ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റണില്ല. ആസ് എ PSC ആസ്പിറന്റ് എനിക്കൊട്ടും പറ്റത്തില്ല. എൻ്റെ ഉള്ളിൽ അത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ച് വീട്ടുകാർക്ക് വേണ്ടി ജോലി ചെയ്ത് കാശില്ലാഞ്ഞിട്ട് പോലും പണിയെടുത്ത് എന്താ പറയണ്ടേ, ഉള്ള സമയം ഉറങ്ങാണ്ടിരുന്ന് പഠിച്ച് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള സിറ്റുവേഷൻ പഠിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഉള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ സംഭവം കണക്റ്റ് ആവുമെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ പഠിച്ചിട്ട് പോലും നമുക്കൊരു അവസരം കിട്ടാണ്ട് ഇവന്മാരുടെ പാർട്ടി ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച പാർട്ടിയാണ്. ഓക്കെ. അതിലൂടെ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അവന്മാരുടെ പാർട്ടി അവന്മാരെ സ്റ്റുഡൻറ്സ് യൂണിയന് വേണ്ടി പണിയെടുക്കാനും, അവന്മാരുടെ യൂത്ത് യൂണിയന് വേണ്ടി പണിയെടുക്കാനും, പണിയെടുത്ത് ആരെങ്കിലും കൊന്നാലോ, അവന്മാരിനി ഏതേലും കേസിലെ പ്രതിയാണെങ്കിലോ, അവന്മാരിനി എന്ത് തലവേരിത്തരം കാണിച്ചാലും പാർട്ടിക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ, അവന്മാര് പാർട്ടിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് ഒരു പ്രശ്നമില്ല. അവന്മാർക്ക് സിമ്പിളായിട്ട് ജോലി കിട്ടും. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ലടാ. നമ്മൾ ഈ ഇവന്മാരുടെ പാർട്ടിയുടെ കൊടിയും പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും. വെറുതെ പഠിച്ച് സമയം കളയാന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾ മാറി വന്നിട്ടുണ്ട്. ആളെ പേര് ഞാൻ പറയുന്നില്ല. നമ്മുടെ CM. ആളെ ഞാൻ മോശം പറയുന്നതല്ല. ആളിപ്പോൾ വന്നിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ആള് ഇപ്പോൾ വന്നപ്പോൾ തന്നെ കുറച്ച് PSC ലിസ്റ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. പണ്ട് ഇവിടെ കുറേ ആൾക്കാര് മുട്ടയിലെഴഞ്ഞും കിടന്ന് ഉരുണ്ടും പട്ടിണി കിടന്നും കുറേ സമരമൊക്കെ ചെയ്തിട്ടും മൈൻഡ് പോലും ചെയ്യാത്തത്, ആള് വന്നപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. നമുക്കൊരിക്കലും ഞാൻ ഒരിക്കലും പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല. ആളെന്തേലുമൊക്കെ ചെയ്യുമായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ മാത്രമാണ് ഒരു പുതിയ ഭരണം വരുമ്പോൾ. അത് മാത്രമാണ് എനിക്കിപ്പം പുള്ളിയുടെ അതുള്ളത്. കാരണം നമ്മള് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നാട് വിട്ട് പോന്നേല് തെറ്റൊന്നുമില്ലടാ. ഈ പഠിച്ചിട്ട് പാർട്ടിക്കൊടി പിടിച്ച് നടക്കുന്നവർക്ക് ജോലി കിട്ടുമ്പോൾ നമ്മൾ ഈ നാട് വിട്ട് പോകണ്ടേ. അല്ലാണ്ട് നമുക്കിവിടെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? നിങ്ങൾക്കെല്ലാവർക്കും എത്ര പേർക്ക് ഈ തോട്ട് വന്നെന്ന് അറിയത്തില്ല. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ ഒരു അടിമ മൈൻഡിൽ ഇത് കാണാണ്ട് നിങ്ങളുടെ മക്കള് ഇപ്പൊ കാണുന്ന ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും നിങ്ങളുടെ മക്കളോ അനിയന്മാരോ അല്ലെങ്കിൽ നിങ്ങളാണ് കാണുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിലാണ് ഇങ്ങനെ സംഭവം. നിങ്ങൾ PSC എഴുതി, നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നു, നിങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഇരിക്കുന്നു. റാങ്ക് ലിസ്റ്റ് വരുന്നു, നിങ്ങൾ ഇത് അപ്പോയിൻമെന്റ് ലെറ്റർ വരുന്നു, വീട്ടിൽ കൊണ്ട് കാണിക്കുന്നു, വീട്ടുകാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്, ഫാമിലി ഫുൾ ഹാപ്പിയാണ്, ഹോൾ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്നു. നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു അവസരം തട്ടിയെടുത്തുകൊണ്ട് വേറൊരുത്തൻ ഇങ്ങനെ പോകുന്നു. അതും യോ നിങ്ങളുടെ പകുതി യോഗ്യതയില്ലാത്ത ഒരുത്തൻ. തിങ്ക് അബൌട്ട് ദാറ്റ്. അല്ലാണ്ട് ഞാൻ ഇതിൽ പൊളിറ്റിക്സ് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലാക്കുക. താങ്ക് യു.